ഗുഡ് മോർണിംഗ് ആൾ. രാവിലെ തന്നെ ബാക്ക് പാക്കിങ്ങിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ബഷീർ ഖാൻ്റെ വീട്ടിലാണ്. ദ ബോയിങ് ബാക്ക് ടീ എന്ന് പറയുന്ന അവരുടെ വീട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇവിടുത്തെ താൻ്റെ ഫുഡൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ഒരു രക്ഷ ഉണ്ടായില്ല. നോമ്പ് വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു അടിപൊളി നോമ്പ് തുറ കിട്ടിയിട്ടുണ്ടായില്ല. നമുക്ക് അടിപൊളി നോമ്പ് തുറയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ലഗേജ് സൈക്കിളിൽ പാക്ക് ചെയ്യണം. ആസ് യൂഷ്വൽ നമ്മളെ ഒരു യാത്രൻ്റെ ഇടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ആവൽ ഈ ഒരു പരിപാടിക്കാണ്. അതിൻ്റെ ഒരു ബാലൻസ് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലുള്ള വെയിറ്റും ബാലൻസ് ആവണം. അതുപോലെ തന്നെ ബാക്കിലുള്ള ലഗേജും. എന്നാൽ സൈക്കിൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ബാലൻസ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ എത്ര നേരത്തെ നീറ്റ് ഇറങ്ങാൻ നോക്കിയാലും അതെങ്ങനെ ആയാലും സമയം വൈകി നമ്മൾ വിചാരിച്ച പോലെ റൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമുക്ക് 1-2 സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഓരോരുത്തർ യാത്ര പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 1-2 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ചർച്ച് എന്നറിയപ്പെടുന്ന മാർ തോമസ് ചർച്ച് കൊടുങ്ങല്ലൂരുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയും നമ്മളവിടെ തന്നെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അതാണെന്ന് വിചാരിച്ചിട്ട് എത്തിയ സ്പോട്ട് അതല്ലായിരുന്നു. പക്ഷേ ആ ലൊക്കേഷന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇതായിരുന്നു എന്നാണ്. പിന്നെ അവിടെയുള്ള ആളുകളടുത്ത് ചോദിച്ചപ്പോഴാണ് ഈ പള്ളി അല്ലാതെ കുറച്ചും കൂടി അപ്പുറത്താണെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയ സ്ഥിതിക്ക് അവിടുത്തെ ഒരു ആംബിയൻസും ലൊക്കേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവിടെ ഒന്നും ആരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോയത്. ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ടുള്ള ചേരമാൻ ജുമാ മസ്ജിദിലാണ് കൊടുങ്ങല്ലൂർ. ഞങ്ങളത് കാണാൻ വേണ്ടി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങൾ സൈക്കിളകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. അവിടെ റോട്ടിൽ വണ്ടികൾ തട്ടുന്ന സൈഡിലാണ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് പോവുകയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി കാപ്പ് ശരിയില്ല. ഞങ്ങൾ ഇത്ര അങ്ങനെ ഓൾ കേരള സൈക്കിൾ റൈഡ് നടത്തണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സപ്പോർട്ടൊന്നും തന്നില്ല. നമ്മൾ സൈക്കിൾ പുറത്തിട്ടില്ല. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇവിടെ സൈക്കിൾ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിന് പോലും സമ്മതിച്ചില്ല. സെക്യൂരിറ്റി കാപ്പ് വന്നപ്പോൾ ഉറങ്ങിയേനു. ഉണർന്ന് കഴിഞ്ഞപ്പോൾ ഭീകരനായി പോയി. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഇത് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അതെ, ഉണത്തുണ്ടായിരുന്നു പറഞ്ഞില്ലേ. എന്തായാലും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹായ് ജസ്റ്റ് പേര് വെച്ച് കൊടുത്തോ? ജിബിൻ ഷാജി അല്ലേ? സ്ഥലം കൊടുങ്ങല്ലൂര് കീത്തോളി. ആള് വീടാണത്. ഓക്കെ, കൂടുതൽ പിന്നെ പരിചയപ്പെടാം അല്ലേ? അയ്യോ സൈക്കിളില്ലല്ലോ. ഞാൻ ഇന്നലെ അവിടെ ആകെ പോയി. ജസ്റ്റ് ഒരു റഫ് ക്ലോത്ത് വേണം. ഒരു കാലം ആ ചെയിൻ ഓപ്പൺ ആവില്ല. അപ്പൊ ഞാന് അവിടെ നമ്മളാ പാടത്ത് ഏറ്റവും അവസാനം മറ്റേ ഫുള്ള് പാതി കയറിയില്ലേ, അതിന്റെ ഇടയിൽ എനിക്ക് കോള് തന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ജിബിൻ ബ്രോൻ്റെ വീട്ടിലാണ്. സൈക്ലിസ്റ്റാണ് ആൾ. ഡോഗിനെയും കൊണ്ടൊക്കെ ഓൾ കേരള അടിച്ചിട്ടുള്ള അവൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ജസ്റ്റ് അവൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ബൈക്കൊക്കെ എടുത്തിട്ട്. അവൻ എന്തായാലും കൊടുങ്ങല്ലൂർ മൊത്തം കറങ്ങിയിട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ അതിനടുത്ത് അവിടെ ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടു. ഫിഷിങ്, അതേപോലെ തന്നെ അവിടെ ഏറെക്കുറെ പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അവൻ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്.
കൊടുങ്ങല്ലൂർ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ജിബിൻ്റെ അടുത്ത് എത്തിയതുകൊണ്ട് തന്നെ അവന് ഏറെക്കുറെ അവിടെയുള്ള അവൻ്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ഒരു ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അവനൊന്ന് ആഫ്റ്റർ ലീവൊക്കെ എടുത്തിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ജന്നി ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. ഞങ്ങളുടെ വീട്ടിലുണ്ടൊരു ചെന്ന, അനിയൻ്റെ മോളെ പേര് ചെന്ന എന്നാണ്. പോയി ജിബിനി സ്പോട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുമെന്നുള്ളത്. പിന്നെ അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകാമെന്നല്ലാതെ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തിക്കോണമെന്നില്ല. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിപ്പെടല്. ഇപ്പോൾ നമ്മളറിയാത്തൊരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്കാണല്ലോ അവിടെയുള്ള സ്പെഷ്യൽ സ്പോട്ടുകളൊക്കെ അറിയാം. ഒരു ഈവനിങ് ആയപ്പോൾ അവിടെ നല്ല രസമില്ലാവും. ഇതിലേറെ കുറച്ചുകൂടി നേരത്തെ പോകാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്നുകൊണ്ട് സൺസെറ്റൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നടക്കാനുണ്ട്. അതേപോലെ തന്നെ അവിടെ കുറച്ച് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. കുറേ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്തൊരു കോട്ട ഉണ്ട്. അതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ തന്നെ അവിടെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹലോ കാഹിൽ അല്ലേ? കണ്ടിട്ടില്ല അല്ലേ? ഞാൻ കാണുന്നുണ്ട്. പേരൊന്ന് പറയോ? പേര് ബാബു മെഹബൂബ്. സ്ഥലം കൊടുങ്ങല്ലൂരാണ്. ഇവിടെ തന്നെയാണല്ലേ? റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്ററാണ്. അത് ശരി. ഇപ്പൊ സൈക്ലിംഗ് ആയിട്ട് കൂടിയൊക്കെയാണ്. അതല്ലേ? അത് ശരി. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ജോബി മാഷ അറിയോ? തൃശ്ശൂരുണ്ടായിരുന്ന തൃശ്ശൂര് ജോബി മാഷ അറിയാം. ജസ്റ്റ് അറിയാന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? ആളായിരുന്നു നമ്മൾ ഇങ്ങോട്ട് കണക്ട് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഇന്നലെ അനു വന്നായിരുന്നല്ലോ കാണാൻ. അതെ അതെ ശരി. അനുവാണ് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ്. ആണ് നിങ്ങളുടെ കൂടെ ഇതും ഉണ്ടായിരുന്നു ആള്. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ചു. ഇരിക്കാൻ പറ്റണില്ല. അയ്യോ അതൊന്നും ഇരിക്കാൻ പറ്റില്ല അല്ലേ? വേണ്ട എനിക്ക് വേണ്ടത് പേടിച്ചിട്ടാണ്. അല്ല അതാ ചെയറ് പിന്നെ നോക്കാം പിന്നെ നോക്കാം. ഇതൊന്ന് പറഞ്ഞു തരുമൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററി ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അത് പുറത്തുനിന്ന് ഒരാളെ ഡെഡ് ബോഡി എന്ന് പറയാൻ പറ്റില്ല, അസ്ഥികൂടാണോ ആളെ ശവകുടീരം ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ട് അതങ്ങനെ തന്നെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തതാണ്. അതായത് പോർച്ചുഗീസ് അധിനിവേശ കാലഘട്ടത്തിൻ്റെ കോട്ടയാണത്. അത് ടിപ്പു സുൽത്താൻ പിന്നീട് ആക്രമിച്ച് കൈക്കലാക്കി. ആ സമയത്തുള്ള 4 പോർച്ചുഗീസ് ശവകുടീരങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊന്നാണത് കേടുകൂടാതെ കിട്ടിയത്. ഈ കോട്ട മണ്ണിനടിയിലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഗവേഷകര് മണ്ണൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഈ നിലയിലായതാണ്. പകുതി ഭാഗം തകർന്നു പോയിട്ടുണ്ട്. ആണല്ലേ? അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടീ കോർണർ ഉണ്ട്. അവിടുന്ന് ജ്യൂസും
സ്നാക്സും ഒക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡോഗിൻ്റെ കൂടെ ടേബിൾ ഷെയർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ജന്ന ആൾ ഭയങ്കര സൂപ്പറാട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനെ ഡോഗ്സിനെ വലിയ ഇഷ്ടമല്ല, പക്ഷേ കാഹിലും ആര്യനൊക്കെ ഇങ്ങനെ അവരായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ പിന്നെ ടേബിളിലും ആൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൾ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫിഷിങ്, അതായത് അവിടെ ബോട്ടിൽ ആളുകൾ ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. നാളെ ഞങ്ങൾക്ക് റൈഡ് ചെയ്ത് പോകാനുള്ള റൂട്ടാണ് ഈ കാണുന്നത്. നാളെ നമ്മൾ എന്തായാലും വിചാരിച്ചിരുന്നത് എറണാകുളം പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുള്ളത് അവിടെ പോകാൻ ഈ മീനായിരുന്നു നമുക്ക് നാളെ ബീച്ചിൽ നിന്ന് കിട്ടിയാണ് പപ്പ. ഈ മീന് ഒറ്റ കുടിച്ചിട്ടുണ്ടോ പറയാ ഇതിന് ഞങ്ങൾ കുടിച്ചത്. അവിടെ നിന്ന് വലിച്ചോട്ടെ, പതുക്കണ പതുക്കെ 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 നിന്ന് വലിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയാണ് ഞങ്ങൾ ശരിക്കും ഫിഷിങ്ങിന് പോകുന്നത്. ഫിഷ് ചെയ്യണില്ലല്ലോ. ഹർഷു എന്താ ചെയ്യാൻ പോണേ? ഫിഷിങ് ആദ്യമായിട്ട് ചെയ്യല്ലേ? മീനിനെ കിട്ടുവാടാ? ഷാർക്കിനെ ഞാൻ അടിക്കണല്ലോ. ഓ നോക്കട്ടെ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ആര്യ എന്താ ആൾക്കാര് കൊറേ നേരായിട്ട് ദീപിടുത്തം പിടിച്ചു നിൽക്കണം. ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞാൻ അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കിക്കാണ്. അതെ അതെ, ഗ്രൂപ്പാണെങ്കിൽ ഇന്ത്യ ചൂണ്ടിലെ മീൻ കുടുംബമുള്ള പറഞ്ഞില്ലേ. ഒന്നും നടപടിയാകത്തോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കിക്കാണ്. 1.5 കിലോ ചെമ്മീൻ ഇപ്പോൾ മീങ്ങൾക്ക് കൊടുത്തുക്കണു. അത് നേരെ വീട്ടിൽ കൊണ്ടേ മതിയായിരുന്നു. അർഷുവിന് മീൻ കിട്ടി. ഞാൻ ഓനെ കളിയാക്കി വിട്ടതിന്, പക്ഷെ അർഷുവിന് മീൻ കിട്ടിയില്ല. അർഷു ഇതാണോ ഈ പറഞ്ഞ അച്ചറ പുള്ളിക്കരിമീന്നും പറയൂട്ടോ ചില സ്ഥലങ്ങളിൽ. ഇതിനെ പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നല്ല കുത്തുകുത്തണ മീനാ ഇത്. ഈ മീനിൽ അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് കേട്ടോ. പിന്നെ ഭയങ്കര ടേസ്റ്റാണ് മീന്. നമ്മുടെ കുളത്ത് നല്ലോണം ഉള്ളിലേക്ക് കയറി. കിട്ടിയില്ലേ? ഇതേപോലത്തെ വൈബ്രേഷൻ നേരത്തെ ഉണ്ടായിന്. വെറുതെ അല്ല നടക്കോ? ഇങ്ങോട്ട് നോക്ക്. ഒരു 15 കിലോനായ പോവാട്ടോ. അടുത്ത കുടിച്ചേ
വലിയ മീനെ പിടിച്ചിരിക്കണ ഹർഷു. ബിഗ് ഫിഷ് 1.5 കിലോ ഉണ്ട്. അതാ മീൻ. നച്ചറ. ഒന്നും കൂടി കുറച്ചുകൂടി പൊക്കി പിടിച്ചേ. കിട്ടില്ലേ? പുള്ളിക്കരിമീൻ നച്ചറ. അതിന് കുറേ സമയം എടുക്കും തോന്നുന്നു അല്ലേ ഷാന? ടൈം എടുക്കും. ഇത് തൊലി കളയോ? തൊലിയാലായിട്ട് എളുപ്പം. നല്ല വൃത്തിയിൽ കിട്ടും. ഇതിനൊക്കത് കിടന്ന് അതിപ്പോഴും മീനിന് ജീവുണ്ടോ? ഏതാ ആ മീനിന് എപ്പോഴും ജീവുണ്ടോ? വലുതിനോ? ഇതിനോ കുളിക്കണോ? തല വെട്ടിയല്ലോ. പെട്ടെന്ന് കഴിയും പരിപാടി. പിന്നെ ഇവിടെ ഒരു മുഴുവൻ വേണ്ട, അത് ചെത്തിയെടുക്കണം. കിട്ടോട്ടെ? ഓ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഫിഷിനെ പിടിച്ച് കൊടുന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ അല്ലേ? ഇതാണ് ഞങ്ങളെ പിടിച്ച മീൻ. ഈ മീൻ ഞങ്ങൾ വലയിട്ട് പിടിച്ചതാണ്. ഇത് ഞങ്ങൾ ചൂണ്ടിട്ട് പിടിച്ച്, ഇത് പപ്പ പിടിച്ചത്, ഇത് ഞാൻ പിടിച്ചത്, പിന്നെ അതിൻ്റെ ഇടയിലില്ല ഈ ചെറുത് മമ്മ പിടിച്ചത്. ഉറങ്ങാതിരുന്ന് മീൻ സ്വന്തമായിട്ട് പിടിച്ച മീൻ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക. ഹർഷു അയവാ ഇത് പപ്പന്റെ ഷാർക്ക്. സ്പെഷ്യൽ കുക്ക്. ഷാർക്കിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ച മീന് പുറത്തത്. ഈ ഏറ്റവും ചെറുത് ഈ കാണുന്നത് മമ്മ പിടിച്ചത്. അടിപൊളി. ഞാൻ പറയാം അഭിപ്രായം, ഞാൻ അത്ര ഫിഷ് നല്ലോണം കഴിക്കുന്ന ആളല്ല. ഇത് സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിടിച്ചതുകൊണ്ടാന്ന് അറിയില്ല, അതൊപ്പം കുക്ക് ചെയ്തതാണ്. കിടക്കാൻ